അക്രമങ്ങളെ കൂട്ടുപിടിച്ച് സിപിഎമ്മിനെ നന്നാക്കാൻ അൻവർ മുതലാളി മെനക്കെടണ്ട ഉപായമിട്ട് എന്തും വിളിച്ചു പറയാമെന്ന് കരുതണ്ട കേരളമാണെന്ന് ഓർത്തോളൂ സിപിഎം നോക്കോളൂ ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് പ്രതിഷേധം കേരളമാകെ പ്രതിഷേധം സിപിഎമ്മിനെ നന്നാക്കാൻ അൻവർ മെനക്കെടേണ്ട ഒന്നുകൈക്കും മരമാണേലും അലക്ക് മീതെ വളർന്നു വന്നാൽ വെട്ടിമാറ്റും കട്ടായോ
ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ആരാണ്ടായി പിവി അൻവർ 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 വിമർശനത്തിൽ കൊട്ടേഷൻ നടത്തുകയാണ് വിമർശനത്തിൽ കൊട്ടേഷൻ പ്രിയമുള്ള സഹോദര സുഹൃത്തുക്കളെ, റോഡിൽ നിൽക്കുന്ന സാധനം ഈ സൈഡിലേക്ക് കൈ നിൽക്കണം. ആ റോഡിൽ നിൽക്കുന്ന സഹോദരൻ സൈഡിലേക്ക് നിൽക്കണേ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹോദരൻ, ഇന്ന് കോഴിക്കോട് പട്ടണത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയ ഇങ്ങനെ നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഏതാനും ദിവസങ്ങളായി ദൃശ്യ പത്രമ മാധ്യമങ്ങളിലെല്ലാം CPM-നെതിരെയും അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നിലമ്പൂരിലെ MLA ആയ PV അൻവർ വലതുപക്ഷ മാധ്യമങ്ങളും പാർട്ടികളുമെല്ലാം പറയുന്നതിന് അപ്പുറത്തേക്ക് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും ചില കാര്യങ്ങൾ അൻവർ MLA
മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പരാതിയായി നൽകിയിട്ടുണ്ട്. DGPക്കെതിരെ നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുന്നതിന് വേണ്ടി, ADGPക്കെതിരെ നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുന്നതിന് വേണ്ടി DGP തന്നെ അന്വേഷിക്കുന്നുണ്ട്. പരാതിയുടെ മുകളിൽ എല്ലാവിധ അന്വേഷണങ്ങളും നടത്താമെന്ന് സർക്കാരും പാർട്ടിയും പറഞ്ഞതിന് ശേഷവും എല്ലാ ദിവസവും നിരന്തരമായി പത്രസമ്മേളനം നടത്തുക, ഇത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA ആണെങ്കിൽ പോലും ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമണിയൊന്നും പാർട്ടിക്ക് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതെല്ലാം കേൾക്കാനും അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കാനും പാർട്ടിയും സർക്കാരും എല്ലാം സന്നദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള സമയം അൻവറിലില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ MLA ഇങ്ങനെ സംസാരിക്കുന്നത്? എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് CPM-നെതിരെയും സർക്കാരിനെതിരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷേ അൻവർ പറയുന്നത് പോലെ അൻവർ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല CPM എന്ന് അൻവർ മനസ്സിലാക്കുന്നതാണ്. അൻവറിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അയാളുടെ കുടുംബം കോൺഗ്രസ് ആയിരുന്നു എന്നാണ്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ചതാണ് അദ്ദേഹത്തിന്റെ വീട്. ആ കോൺഗ്രസിന്റെ പശ്ചാത്തലമുള്ള അൻവർ അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താർക്കാൻ ഈ കോൺഗ്രസ് ശ്രമിച്ചിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ഈ അൻവറിനെ ഈ പാർട്ടിയെ താർക്കാൻ വേണ്ടി കഴിയും? നേരത്തെ പല വാർത്തകളും പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ്. ആ മാധ്യമങ്ങൾക്കൊന്നും പലതിനും പ്രതിത്വമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അൻവർ അതിന്റെ പ്രതിത്വമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അൻവർ പറയുന്നത് പോലെ ഈ പാർട്ടി ഏതായാലും പ്രവർത്തിക്കാൻ വേണ്ടി പോകും. അൻവർ പാർട്ടിക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ പ്രകടനത്തിനകത്ത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹാക്കളെയും CPM-ന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് B. മോഹൻ മാഷെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരള സംസ്ഥാനത്തുടനീളം നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം പതിനായിരക്കണക്കായ സാധാരണ മനുഷ്യർ CPIM-ന്റെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങി അങ്ങേയറ്റത്തെ രോഷത്തോടും പ്രതിഷേധത്തോടും കൂടി PV അൻവർ സ്വീകരിച്ച നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അൻവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയാണ്. ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെ പ്രബല കക്ഷിയായ നേതൃശക്തിയായ CPIM-നെയുമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വന്തം ശക്തിയുടെ മേലെ പറയുന്നതാണ് എന്നാരും കരുതി. കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കുറച്ച് കാലമായി CPIM-നെ വേട്ടയാടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കുന്നതിന്, ദുർബലപ്പെടുത്തുന്നതിന്
തങ്ങളുടെ ആവനാഴിയിലുള്ള സകലമായ ആയുധങ്ങളും എടുത്ത് എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കുറെ നാളായി രംഗത്തുണ്ട്. വൻകിട കോർപ്പറേറ്റ് ശക്തികളുണ്ട്, ചെറുതും വലുതുമായ വർഗീയ ശക്തികളും. ആ വർഗീയ ശക്തികളുടെ അടിത്തറയിലും പിൻബലത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാമുണ്ട്. ഇവരുടെയെല്ലാം പരിലാളനയിലും മൂലധന ശക്തിയിലും പിൻബലത്തിലും പ്രവർത്തിക്കുന്ന അച്ചടി ദൃശ്യ മാധ്യമങ്ങളും കേരളത്തിൽ ഏത് വിധേനയും CPM-നെയും കേരള ഗവൺമെന്റിനെയും തകർക്കാൻ തങ്ങളാലാവുന്ന വിധം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് മാസങ്ങളോളം എടുത്തിട്ട് എന്തെല്ലാം നുണകളാണ് ഒന്നിനെ പുറകെ ഒന്നായി ഇത്തരം ശക്തികളെല്ലാം കൂടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ അൻവർ മുഖ്യമന്ത്രി ഒന്നിനും കൊള്ളാത്ത ആളായിട്ട് ശോഭകെട്ട ആളാണെന്ന് പരസ്യമായി പറയാൻ തയ്യാറാവുന്നു. മുഖ്യമന്ത്രിയെ എത്തിക്കാണിക്കാനും മുഖ്യമന്ത്രിയെ തകർക്കാനും മുഖ്യമന്ത്രിയിലും ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ലുമെല്ലാം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമായ നാനാജാതികളിലും മതങ്ങളിലുമെല്ലാം വിശ്വാസമർപ്പിച്ച് നിലകൊള്ളുന്ന മനുഷ്യർ അർപ്പിച്ച വിശ്വാസത്തെ തകർക്കാനുമുള്ള ഗൂഢാലോചന എത്ര നാളായി നടന്നു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംഘടിതമായി നടത്തിയ അത്തരം പരിശ്രമങ്ങളെല്ലാം ഇവിടെ തകർന്നടിയുകയാണ് ചെയ്തത് എന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പിന്തിരിപ്പൻ ശക്തികൾ, വർഗീയ ശക്തികൾ, കേരളത്തിലെ പിന്തിരിപ്പൻ മാധ്യമങ്ങൾ അതിന്റെ അനുഭവങ്ങളിലൊന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമുണ്ട്. ഏത് വിധേനയും പിണറായി ആക്രമിക്കണം, മുഖ്യമന്ത്രി ആക്രമിക്കണം, ആക്ഷേപിക്കണം, കുടുംബത്തെ ആക്ഷേപിക്കണം. പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ CPIM-ന്റെ പരമോന്നത നേതൃത്വത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ CPIM-ന്റെ ഏറ്റവും കരുത്തരായ നേതാവായി പതിറ്റാണ്ടുകളിലെ പ്രവർത്തനാനുഭവങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും വിശ്വാസമാർജിച്ച് അവരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള അധികായനായ കമ്മ്യൂണിസ്റ്റ് നായകനാണ്, പോരാളിയാണ്. അദ്ദേഹത്തെ തകർത്തുകൊണ്ട് മാത്രമേ, പാർട്ടി നേതൃത്വത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തകർത്തുകൊണ്ട് മാത്രമേ CPIM-നെ ദുർബലപ്പെടുത്താനാകൂ എന്ന് ഈ മാധ്യമങ്ങളും സകല കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധന്മാരും തിരിച്ചറിയുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഞങ്ങൾക്കെല്ലാം ആ ബോധ്യമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള ഏക ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ സവിശേഷത ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റാണെന്നുള്ളത് മാത്രമല്ല, സകല ലോക പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന്, രാജ്യത്ത് എല്ലാ പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന് വ്യഗ്രതയോടെ വാശിയോടെ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന, ഇന്ത്യയിൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വഴി നടപ്പിലാക്കി വരുന്ന ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ, വിനാശകരമായ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരായി ജനകീയ ബദൽ മുന്നോട്ട് വെച്ച്, ജനപക്ഷ നിലപാട് മുന്നോട്ട് വെച്ച് മാതൃകാപരമായി പ്രവർത്തനം നടത്തി രാജ്യത്തിന്റെ മുമ്പിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നേറുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ളത് ഇന്ത്യയിലെ സകല പിന്തിരിപ്പന്മാരുടെയും അജണ്ടയാണ്, പ്രഖ്യാപിത ലക്ഷ്യമാണ്. അവരെല്ലാ വഴികളും പലരെയും വിലക്കെടുക്കാൻ അവർ പരിശ്രമിക്കും. അവരെല്ലാം പ്രബലന്മാരാണ്, വിലക്കെടുക്കാൻ പരിശ്രമിക്കും. ചരിത്രത്തിൽ പലപ്പോഴും ചില കോടായിൽ കൈകളെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർക്ക്, ഇടതുപക്ഷ വിരുദ്ധന്മാർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അപൂർവം സന്ദർഭങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്
നമ്മുടെ മുൻകാല ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പൊ അൻവർ ഉറഞ്ഞു തുള്ളി മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ഉറഞ്ഞു തുള്ളുന്നത് ആരുടെ പിൻബലത്തിലാണ്? കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികളുടെ ചെറുതും വലുതുമായ വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ്. നമ്മുടെ രാജ്യത്തിലെ സാധാരണ മനുഷ്യനെ കണ്ണീര് കുടിപ്പിക്കാനും അവരുടെ ജീവിതത്തെ തകർക്കാനും ശ്രമിക്കുന്ന കുത്തക മുതലാളിത്ത കോർപ്പറേറ്റ് ശക്തികളുടെ പിൻബലത്തിലാണ്. ആ ശക്തികളുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പിന്തുണയിലാണ് അൻവർ ഉറഞ്ഞു തുള്ളുന്നത്. പക്ഷേ അൻവർ എത്ര ഉറഞ്ഞു തുള്ളിയാലും ഏതെല്ലാം വിധത്തിൽ ആക്രോശിച്ച് ആരുടെയെല്ലാം പിന്തുണയോടെ ഇവിടെ രംഗത്ത് വന്ന് പിണറായിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയെയും കേരളത്തിലെ CPM-നെയും ഇടതുപക്ഷത്തെയും ആക്ഷേപിക്കാൻ തയ്യാറായാലും ഒരു രോഗത്തിന് പോലും കേരളത്തിലെ ഗവൺമെന്റിനെയോ CPM-നെയോ ഓർമ്മിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹ പ്രകടനമല്ലത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഇവിടെ ഒന്നൊന്നായി നുണകളുടെ കുത്തൊഴുക്കായിരുന്നില്ലേ? ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് ഏതെല്ലാം രീതിയിലാണ് അല്ലേ? നിസ്കാരപ്പായി, അതുപോലെ ബിരിയാണി ചെമ്പിൽ, ഈത്തപ്പഴത്തിന്റെ അകത്ത്, അതുപോലെ ഖുറാന്റെ അകത്ത് ഏതെല്ലാം രീതിയിൽ സ്വർണം നടത്തി എന്നാണ് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പിന്തിരിപ്പ ശക്തികളും അന്ന് ആക്ഷേപം ഉന്നയിച്ചത്? ഏതെല്ലാം വിധത്തിലുള്ള അഭിഷേകമാണ് ഞങ്ങൾക്ക് നേരെ അക്കാലത്ത് നിരന്തരമായി മാസങ്ങളോട് നടത്തിയത്? ജനങ്ങൾ വിശ്വസിച്ചോ? ജനങ്ങൾ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, പൂർവാധികം തടക്കമാർന്ന നിലയിൽ ഇടതുപക്ഷത്തെ നെഞ്ചെത്താനും അധികാരത്തിലേക്ക് കരുത്തോടെ അധികാരത്തിലേക്ക് ആനയിക്കാനും കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമായി. എന്തുകൊണ്ട്? മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരായി നുണ പ്രചരിപ്പിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, മാധ്യമ സ്ഥാപനങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക: നിങ്ങളുടെ ഈ പ്രചരണമല്ല കേരളത്തിലെ ജനങ്ങൾ മുഖമനക്കെടുക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങളാണ് വരുന്നത്. ആ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ സാധാരണ മനുഷ്യർ അടത്തിറക്കുക. അവരേത് ജാതിക്കാരോ മതക്കാരോ പാർട്ടിക്കാരോ ആരോ ആവട്ടെ, ആ ലക്ഷോപലക്ഷം വരുന്ന സാധാരണ മനുഷ്യർ അവരുടെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ ഹൃദയത്തിന്റെ മനസ്സിന്റെ അന്തരാളത്തിൽ ഒരു ദേവാലയത്തിനകത്ത് ദൈവവിഗ്രഹം പ്രതിഷ്ഠിച്ചതുപോലെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ മനസ്സിന്റെ അന്തരാളത്തിൽ ഈ മഹത്തായ ചെങ്കൊടി പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും പ്രതിഷ്ഠിച്ച കാലത്തോടും ഈ പ്രസ്ഥാനത്തിനും ഗവൺമെന്റിനും ഒരു പൂജിപണിയോളം ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന വസ്തുത ഞങ്ങൾ വിളിച്ചു പറയാൻ ഈ നാടിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജനങ്ങളുടെ മനസ്സിലാണ് നിലകൊള്ളുന്നത്. ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അൻവർ ഇന്ന് വിളിച്ചു പറയുമ്പോൾ എന്തൊക്കെയാണ് പിച്ചും പേയുമാണ് വിളിച്ചു പറയുന്നത്. അദ്ദേഹത്തെ ചിലരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നല്ല വൈദ്യ പരിശോധനക്ക് ശരിയാണെന്ന് അദ്ദേഹത്തിന്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ പലരും സംശയം പോലിരിക്കുന്നുണ്ട്. ശരിയാണെന്ന് അഭിപ്രായം പ്രകടനം നടത്തുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം. എന്തുമാവട്ടെ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്തൊക്കെയാ കേരളത്തിലെ ഈ മഹത്തായ സംസ്ഥാനത്തിലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ഈ കേരളത്തിലെ CPIM-ന്റെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മഹത്തായ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ 10,000-കണക്കായ പാർട്ടി ഭ്രാന്തികളുണ്ട്. ആ പാർട്ടി ഭ്രാന്തികളെല്ലാം കൂടി 6-7 ലക്ഷം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. സമർപ്പിതമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. 40,000-ഓളം പാർട്ടി ഭ്രാന്തികളുണ്ട്. 38,000-ലധികം പാർട്ടി ഭ്രാന്തികളുണ്ട്. 1000-കണക്കായ ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഇതിന്റെയെല്ലാം സെക്രട്ടറിമാരും ചുമതലക്കാരും ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാർട്ടി അംഗങ്ങളുടെയും വികാരമാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ അൻവർ, നിങ്ങൾ 6-7 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കേരളത്തിലെ മഹത്തായ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല.
ഗാലറിയിൽ നിന്നിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അകലെ നിന്ന് കാണുന്ന ഒരു അകലെ നിൽക്കുന്ന കാഴ്ചക്കാരൻ മാത്രമാണ് നിങ്ങൾ. പച്ചയായി ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷി നിർത്തി, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചരിത്രാനുഭവങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പരസ്യമായി പറയുന്നു, ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ പാർട്ടി അംഗങ്ങളുടെ, പാർട്ടിയുടെ 10,000-കണക്കായ ഘടകങ്ങളുടെ ഉത്തരവാദപ്പെട്ട ചുമതലക്കാരായ പ്രവർത്തകരും നേതാക്കന്മാരുമായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ അൻവർ എന്ന് പറയുന്ന ഈ ആളെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ വക്താവായിട്ടൊന്നും ആരും പറയണ്ട. അൻവറിന് ഈ പാർട്ടിയെ സംബന്ധിച്ചെന്നറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു യോഗത്തിന്റെ അകത്ത്, ഒരു ഘടകത്തിനകത്ത് അദ്ദേഹം ഭാഗമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹകരണം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വർഗ പ്രസ്ഥാനത്തിൽ, ബഹുജന പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരാഴ്ചത്തെ പ്രവർത്തനാനുഭവമുണ്ടോ? എന്നിട്ട് അദ്ദേഹം ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാനും പ്രസ്ഥാനത്തെ നേർവഴി നയിക്കാനും നിങ്ങളുടെ ഒരു വാക്കാലത്തും നിങ്ങളുടെ ഒരു സഹായവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ കയ്യിലെ കോടാലിക്കൈയായി മാറി ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ അച്ചാരം വാങ്ങി പുറപ്പെട്ട ഒരു പൊന്നുകൊണ്ടേയും സഹായം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവശ്യമില്ല എന്ന് വെട്ടി തുറന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ ഇപ്പൊ പറയുന്നത് പിണറായിയെ, മുഖ്യമന്ത്രിയെ തെറിവിളിക്കുന്നു, ആക്ഷേപിക്കുന്നു. ഇപ്പൊ ഒന്നുകൂടി പറയുന്നു, ഏത് പാർട്ടി റിയാസിന് വേണ്ടിയാണ്. ഏത് ആരാ മുഹമ്മദ് റിയാസ്? മുഹമ്മദ് റിയാസിനെ പറ്റി കോഴിക്കോട്ട് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി മാത്രമല്ല. മുഹമ്മദ് റിയാസ് മന്ത്രിയായി വന്നത് എന്താ അട്ടം പൊളിച്ച് ഓട് പൊളിച്ചിട്ട് ഇറങ്ങി വന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയെ കല്യാണം കഴിച്ചതിന് ശേഷമാണോ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്? കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ഈ കോഴിക്കോട് നഗരത്തിന് ചിരപരിചിതരല്ലേ മുഹമ്മദ് റിയാസ്? അല്ലേ? ഈ കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലൂടെ 12-13 വയസ്സുള്ളപ്പോൾ മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SFI പ്രസ്ഥാനത്തിന്റെ ഉശിരനായ പ്രവർത്തകനായി ഈ തെരുവോരങ്ങളിലൂടെ സമരം നയിച്ച് സമരങ്ങളിൽ പങ്കാളികളായി പോലീസിന്റെ അടിയേറ്റുവാങ്ങി എല്ലാ സമരമുഖങ്ങളിലും ഉശിരോടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നേതൃത്വം നൽകി അനുഭവ സമ്പത്താർജിച്ച ഒരു കുട്ടിക്കാലത്തെ അനുഭവ സമ്പത്താർജിച്ച ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നില്ലേ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കുട്ടി? അല്ലേ? അതിനുശേഷം അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ, എനിക്ക് ഓർമ്മയുണ്ട്, ഈ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി, കോഴിക്കോട് ടൗൺ മേഖലാ കമ്മിറ്റിയുടെ വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി, കോഴിക്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി, ദേശീയ പ്രസിഡന്റായി. ഇതൊക്കെ പിണറായിയുടെ മകനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് റിയാസിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്, പ്രവർത്തന അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമാണോ? മന്ത്രിയായതിനെ കുറിച്ച് പറയുന്നു. മുഹമ്മദ് റിയാസിന്റെ ചരിത്രം അറിയാമോ? മുഹമ്മദ് റിയാസ് വളരെ ചെറുപ്പത്തിൽ CPIM ഈ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കോട്ടപ്പറമ്പിൽ വാങ്ങുന്നതാണ് എന്റെ ഓർമ്മ, അല്ലേ? മത്സരിപ്പിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് നഗര ഹൃദയത്തിൽ കോട്ടപ്പറമ്പ് വാർഡിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അന്ന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിരുന്നോ? ഉണ്ടായിരുന്നോ? അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിച്ചത് 2009 ഓർമ്മയില്ലേ? ഇതെല്ലാം മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനത്തിന്റെ അനുഭവത്തിലുള്ളതാണ്, പ്രവർത്തനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അത് പിണറായിയുടെ
മകളെ കല്യാണം കഴിച്ചതോടുകൂടി പിന്നെ പാർട്ടി റിയാസിന് വേണ്ടി നിലകൊള്ളുകയാണ്. പരമപുച്ഛത്തോടെയല്ലാതെ ആകറ്റയോടെയല്ലാതെ അത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? മുഹമ്മദ് റിയാസ് അവിടെ കിടക്കുന്നു, അക്ബർ അവിടെ കിടക്കുന്നു. കന്യാകുമാരിയിൽ ലഡാക്കും തമ്മിൽ എത്ര അകലമുണ്ടോ അതിന്റെ 10,000 ഇരട്ടി അകലമുണ്ട്. PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന CPIM നേതാവും ഈ അൻവർ എന്ന് പറയുന്ന ഈ മനുഷ്യനും തമ്മിൽ എന്ന് മനസ്സിലായിക്കൊള്ളണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ അച്ചാരം വാങ്ങി CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ദുർബലപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ അങ്ങനെ അപൂർവം ചില ആളുകൾ ചരിത്രത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് കുറച്ചൊന്ന് ആലോചിക്കുന്നവർ എന്തായാലും ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചാൽ വീണ്ടും വിചാരം വരും. ഇനിയിപ്പോ ഇയാൾക്ക് വീണ്ടും വിചാരമൊന്നും വരണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അയാള് എന്നാ പറയാറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ കക്ഷിയുമായൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ഈ ഒരു ബന്ധവും അൻവറുമായില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അൻവറിന് ഗതി വരാൻ പോകുന്നതെന്താ? മാധ്യമങ്ങളൊക്കെ 2-3 ദിവസം ഒരാഴ്ചക്കാലം ചിലപ്പോൾ 2 കാലം വലിയ തോതിൽ എഴുന്നള്ളിച്ച് മഹത്വവൽക്കരിച്ച് കൊണ്ട് പിന്നാലെ നടക്കും. അത് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പലരുടെ അനുഭവം ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഒരാള് കേരള രാഷ്ട്രീയത്തിൽ തെക്ക് വടക്ക് നടക്കുന്ന ഒരു PC ജോർജ് ഇല്ലേ? എത്ര വീരശൂര പരാക്രമിയായിരുന്നു. നാവിൽ എല്ലില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഏതെല്ലാം രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അല്ലേ പറഞ്ഞ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം പരീമസമാക്കിയത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇപ്പോ ആ PC ജോർജിനെ കുറിച്ച് ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? PC ജോർജിനെ അല്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിന്റെ തെരുവോരങ്ങളിൽ വഴിയിലൂടെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്താ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാളായിട്ട് നാളെ ചരിത്രം രേഖപ്പെടുത്തും അൻവറിനെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. ഇത് കേരളത്തിലെ CPIM-നെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ്. ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ശാസ്ത്രവർഗത്തിന്റെ അജണ്ടയും ഗൂഢാലോചനയുമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനമുറപ്പിച്ച ജനപക്ഷ നിലപാടെടുത്ത് കേരളത്തെ പുരോഗതിയിലേക്കും ഐശ്വര്യ സമൃദ്ധമായ സാഹചര്യത്തിലേക്കും കൈപിടിച്ചാലയിക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ആ നിലയിൽ ജനങ്ങളാകെ സടകുടഞ്ഞെഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ഈ നീചമായ കുടിലമായ നീക്കത്തെ ചെറുക്കും പരാജയപ്പെടുത്തും. അതിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം 10,000 തെരുവിലിറങ്ങി ആർത്തരച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇനി ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതരുത്. കേരളത്തിലെ ജനങ്ങൾ ഒരുങ്ങി പുറപ്പെടും. ഇടതുപക്ഷത്തിന്റെ ഈ നാടിന്റെ രക്ഷാകവചമായ CPM-നെയും സർക്കാരിനെയും തകർക്കാനുള്ള ഒരു നീക്കവും കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല, പൊറുക്കില്ല. ഈ നാട് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ഭാഗമായി ഇവിടെ ഈ രോഷപ്രകടനത്തിൽ അണിനിരന്നിട്ടുള്ള എല്ലാവരെയും പെട്ടെന്ന് വിവരമറിഞ്ഞോടിയെത്തിയവർ, പ്രകടനം കണ്ട പങ്കാളികളായി, മറ്റെല്ലാം മാറ്റിവെച്ചതിൽ പങ്കാളികളായി വന്നവർ നാടിന്റെ എല്ലാ ഭാഗത്തും, ഈ ജില്ലയിലെന്നല്ല കേരളത്തിന്റെ എല്ലായിടത്തും ഇതുപോലെ പ്രതിഷേധം ഇരമ്പിയാർത്ത് മുന്നോട്ട് വരികയാണ്. ഈ മഹാമുന്നേറ്റങ്ങളിൽ പ്രതിഷേധ മുന്നേറ്റങ്ങളിൽ പങ്കാളിയായിട്ടുള്ള എല്ലാവരെയും CPIM-ന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനം.